നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 419 419. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 25-ാം അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. ശ്ലോകം 30 ഒരു 4 വരി ശ്ലോകമാണ്, ശ്രദ്ധിക്കാം. യദേശമാം ഗവിഖണ്ഡിതേന്ദ്രിയം സവ്രീഡഭാവസ്മിതവിഭ്രമദ്ഭ്രുവാം തയോപസൃഷ്ടോ ഭഗവാൻ മനോഭവ പ്രഭാതതേ അഥാനുഗൃഹാണ ശോഭനേ. യാതൊന്നു ഹേതുവായിട്ട് കടക്കണ്ണുകൊണ്ടുള്ള നോട്ടത്താൽ വിശേഷേണ ഖണ്ഡിക്കപ്പെട്ട ഇന്ദ്രിയങ്ങളോടുകൂടിയ എന്നെ ലജ്ജാഭാവത്തോടും മന്ദഹാസത്തോടും കൂടെ ചലിക്കുന്ന പുരുകങ്ങളോടുകൂടിയ നിന്നാൽ പ്രേരിപ്പിക്കപ്പെട്ടിരിക്കുന്നവനും ഭഗവാന്റെ അനുഗ്രഹം സമ്പാദിച്ചവനുമായ ഈ മന്മഥൻ, അതായത് കാമദേവൻ, ഏറ്റവും ബാധിക്കുന്നു. അതുകൊണ്ട് സുന്ദരിയും അനുഗ്രഹിച്ചാലും എന്നാ പറഞ്ഞത്. ഭാവാർത്ഥം: നിന്റെ കടക്കണ്ണുകൾ കൊണ്ടുള്ള കടാക്ഷത്താൽ എൻ്റെ ഇന്ദ്രിയങ്ങൾ തളർന്നു പോകുന്നു. ലജ്ജാഭാവത്തോടും മന്ദഹാസത്തോടും കൂടെ ചലിപ്പിക്കുന്ന പുരുകങ്ങളോടുകൂടിയ നിന്നാൽ പ്രേരിതനും ഭഗവാനാൽ നൽകപ്പെട്ട പുരുകങ്ങളോടുകൂടിയവനുമായ ഈ കാമദേവൻ എന്നെ ദുഃഖിപ്പിക്കുന്നു. അതുകൊണ്ട് ഹേ ശോഭനെ, നീ എന്നിൽ പ്രസാദിച്ച് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ അടുത്ത ഒരു പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? രജോ ഗുണപ്രധാനനായ ബുദ്ധിയുടെ സാന്നിധ്യം നിമിത്തം, അത് പ്രത്യേകം പറയുന്നുണ്ട് ഇവിടെ, രജോ ഗുണപ്രധാനനായ ബുദ്ധിയുടെ സാന്നിധ്യം നിമിത്തം പുരുഷൻ സ്ത്രീയാദി സുഖഭോഗങ്ങളെ, സ്ത്രീ സംബന്ധമായിട്ടുള്ളതെന്നർത്ഥം, സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹത്തിന് അധീനനായതുകൊണ്ട് സ്വരൂപമായ ആനന്ദത്തിൽ നിന്ന് ചലിക്കുകയും, നമ്മുടെ സ്വഭാവം സത്യത്തിൽ എന്താ? ഒരു വ്യക്തിയുടെ, മനുഷ്യനായാൽ ഡെസ്റ്റിനി ഈസ് ടു എക്സ്പീരിയൻസ് ആനന്ദം, പരമാനന്ദം, ചിന്മയാനന്ദം. പക്ഷേ അതാർക്കും മാത്രമേ പറ്റുള്ളൂ? സാത്വിക ഗുണം അസറ്റായിട്ടുള്ളവർക്ക് അത് പറ്റുള്ളൂ. പറഞ്ഞ് മനസ്സിലാക്കണം. സാത്വിക ഗുണം ഏറി നിൽക്കുന്നവർക്ക് അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ വിദ്യയാകുന്ന സമ്പത്തിനെ സമ്പാദിച്ചാൽ ഈ തമോ ഗുണവും രജോ ഗുണവും ഉള്ളവർ സാത്വിക ഗുണനിധികളാവും. പക്ഷെ സമയമെടുക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, എപ്പോഴും ആഗ്രഹത്തിന് അധീനനാവരുത്. ആഗ്രഹങ്ങൾ, നിഷ്കാമകർമ്മങ്ങൾ ചെയ്യാൻ പഠിക്കണം. അപ്പോഴാണ് സാത്വിക ഗുണനിധിയുള്ളൂ. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് അധീനനാവുകയും ചെയ്യുന്നതിനാൽ ജീവൻ സ്ത്രീവശനാകുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ഇനി 31. അപ്പോൾ ഇവിടെ എനിക്ക് വേറൊരു കാര്യം പറയണം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് റൗണ്ട് അപ്പ് ചെയ്തപ്പോൾ അതിൽ ഒരു 2 വരി വിട്ടു, ഞാൻ അറിഞ്ഞില്ല. അതെന്താ വെച്ചാൽ, ആ 29-ാമത്തെ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം കഴിഞ്ഞ ഉടനെ പറയുന്നുണ്ട്, അധ്യാത്മപക്ഷത്തിലെ ലിംഗദേഹത്തിൽ അഭിമാനിച്ചപ്പോൾ ഇഹത്തിലും പരത്തിലും ഭോഗങ്ങളെ സമ്പാദിപ്പാൻ ഉതകുന്ന കർമ്മങ്ങളിൽ ആസക്തി പൂർത്തിയായെന്ന് സൂചിപ്പിച്ചു. ഇഹത്തിലും പരത്തിലും. അപ്പോൾ മോക്ഷമില്ലാത്ത ജീവിതമായി എന്നർത്ഥം. അതുകൊണ്ടാണ് പറയാൻ കാരണം.
ഇനി നമ്മൾക്ക് 31-ാമത്തെ ശ്ലോകം എന്താണെന്നുള്ളത് നോക്കണം. ത്വദാനനം ത്വത് ആനനം ത്വത് ആനനം, നിൻ്റെ മുഖം, ശുഭ്രൂ സുതാരലോചനം വ്യാലംബിനീലാളകവൃന്ദസംവൃതം ഉന്നീയമേ ദർശയവൽഗുവാചകം യൽവ്രീഡയാനാഭിമുഖം സുജിസ്മിതേ. ശോഭനങ്ങളായ പുരികങ്ങളോടും മനോഹരങ്ങളായ കൺമിഴികളോടുകൂടിയ നേത്രങ്ങളോടുകൂടിയതും ദൈർഘ്യവും നീലനിറമുള്ള കുറുനിരകളുടെ സംഘത്താൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നതും മനോഹരമായ വാചകത്തോടുകൂടിയതും ലജ്ജ കൊണ്ട് നേരിട്ട് കാട്ടാതിരിക്കുന്നതുമായ നിൻ്റെ മുഖത്തെ ശുദ്ധമായ മന്ദഹാസത്തോടു കൂടിയ സുന്ദരി മുഖത്തെ ഉയർത്തിയിട്ട് എന്നെ ദർശിപ്പിച്ചാലെന്ന് പറഞ്ഞാൽ അർത്ഥം എന്നെ നോക്കാൻ സമ്മതിച്ചാലും. ഇപ്പം നോക്കിയാൽ കാണണില്ല, തലമുടിയെ കാണുള്ളൂ, തല കുമ്പിട്ടിട്ടാ. അപ്പം മുഖമൊന്ന് ഉയർത്തി എൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കൂന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കവി ഉപയോഗിച്ച ഭാഷ എന്താ, പിന്നെ മുഖം ഉയർത്തിയിട്ട് എനിക്ക് ദർശിപ്പിച്ചാലും പാസീവ് വോയിസാണ് അല്ലേ, ആയിക്കോട്ടെ. ഇനി അതിൻ്റെ എന്താണെന്നാ പറയുക, ഭാവാർത്ഥത്തിലേക്ക് കിടക്കുകയാണ്. നീ നിമിത്തം മന്മഥപീഡിതനാകയാൽ അതിനെ ശമിപ്പിക്കുവാൻ നീ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതായത് ഞാൻ ആൾറെഡി നിനക്ക് വശംവദയായി, ഇനി നീ എനിക്ക് വംശംവദയാവാം. അപ്പോൾ മദനാഗ്നി സന്താപത്തെ നശിപ്പിക്കുന്ന മന്ദഹാസാമൃതത്തെ വഹിച്ചിരിക്കുന്ന സുന്ദരി, നിൻ്റെ മുഖത്തെ ഉയർത്തി എൻ്റെ നേരെ കാണിക്കുക. അതിൻ്റെ സന്ദർശനം തന്നെ എൻ്റെ സന്താപത്തെ തീർക്കും. എന്തുകൊണ്ടെന്നാൽ നിൻ്റെ മുഖത്തെ അലങ്കരിക്കുന്ന പുരികങ്ങൾ അതിമനോഹരങ്ങൾ, നേത്രങ്ങൾ അധിക ശോഭയുള്ള കരിമിഴികളാൽ അലങ്കരിക്കപ്പെട്ടവ, നീണ്ടു നീലനിറത്തിലിരിക്കുന്ന കുറുനിരകളുടെ സമൂഹത്താൽ അല്പം മറയ്ക്കപ്പെട്ടിരിക്കുന്ന മുഖത്തിൽ നിന്ന് പുറപ്പെടുന്ന മനോജ്ഞവാചകം, മനസ്സിന് കുളിരുണ്ടാക്കുന്നതെന്നർത്ഥം. മനോജ്ഞവാചകം സർവസന്താപത്തെയും ശമിപ്പിക്കുവാൻ സമർത്ഥമായിരിക്കും ഇയാൾ തെറ്റിദ്ധരിച്ചു. എനിക്ക് പകരം പറയാൻ പറ്റുള്ളൂ. ലജ്ജ നിമിത്തം താഴ്ത്തിയിരിക്കുന്ന ആ മുഖത്തെ ഉയർത്തുക, എന്നെ നോക്കി ആനന്ദിപ്പിക്കുക എന്ന് പറഞ്ഞു. ഇനി ആ വാക്കുകൾ തന്നെ അധ്യാത്മപക്ഷത്തിൽ എന്താണ് എന്നാണ്. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ഫോർവേഡുള്ള ഗെയിമല്ല കളിക്കുന്നത്. വ്യാസർ പറയുന്ന രീതിയിൽ എല്ലാറ്റിനും രണ്ടർത്ഥങ്ങളുണ്ട്. അതാണ് ഊഹിക്കാൻ സാധിക്കണം, ലക്ഷണം കണ്ടുപിടിക്കാൻ സാധിക്കണം, അനുമോദിക്കാൻ സാധിക്കണം. അപ്പോഴാണ് അനുഭവപൂർണ്ണമാവുള്ളൂ. അനുമോദിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ? അപ്പോൾ പറയണു, പുരുഷൻ ഏകാന്തത്തിൽ സ്ത്രീ സഹിതനായിരിക്കുന്നതിനാൽ വിവേകഹീനനായിട്ട്, നോക്കൂ, വിവേകഹീനത്വമാണ്. അതാണ്ടാണ് പണ്ടുള്ളവർ വളരെ, ഞാൻ ഓപ്പണായിട്ട് പറയാം, സ്ത്രീകൾ മാടി വിളിച്ചാലും പോരുതെന്ന് പറയും. അങ്ങനെയാണ്. കാരണം അവർ പാഠം പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. കാരണം എല്ലാവരും എന്താണെന്നാ പറയുക, പ്രൗഢകളല്ല. അപ്രൗഢകളായിട്ടുള്ള സ്ത്രീകളെ കണ്ടാൽ അറിയില്ല, അനുഭവിച്ചാലേ അറിയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് സ്ത്രീ സ്വകാര്യമായിട്ട് വിളിച്ചാൽ പോരുത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് വിവേകഹീനനായിട്ട് അവളിൽ ആസക്തനായി ഭവിക്കുവാൻ സംഗതിയുള്ളത് കൊണ്ട് സംസാര നിവൃത്തിയെ ആഗ്രഹിക്കുന്നവർ സ്ത്രീ സാന്നിധ്യത്തെ അകറ്റുക തന്നെ വേണം. വേദാന്തത്തിൽ പറഞ്ഞത് ഉരുട്ടിവെച്ച വെണ്ണയും ജ്വലിച്ച് നിൽക്കുന്ന ദീപവുമാണ്. ജ്വലിച്ച് നിൽക്കുന്നത് ആരാ? പുരുഷൻ. സ്ത്രീയോ ഉരുട്ടിവെച്ച വെണ്ണ. അപ്പോൾ രണ്ടും ക്ലോസ് ആയിട്ട് വന്നാൽ എന്താ ഉണ്ടാവുക? വെണ്ണയുടെ ഷേപ്പ് മാറും. അതാണ്, ദ്രവിക്കും. അത് പ്രൗഢയായാലും ശരി, അപ്രൗഢയാണെങ്കിലും ശരി. പക്ഷെ പ്രൗഢയാണെങ്കിൽ എന്ത് ചെയ്യും? അമ്മ അതൊരു സാഹചര്യം സൃഷ്ടിക്കില്ല. അവിടെയാണ് വ്യത്യാസം. അപ്പോൾ
അവശനായി മതിമറക്കുന്നവർ ചാബല്യം പലതും കാട്ടുകയും പറയുകയും ചെയ്യും. ഇത് തന്നെ ആത്മവിസ്മൃതിയുടെയും തന്നിമിത്തമുണ്ടാകുന്ന സമ്മോഹത്തിൻ്റെയും ലക്ഷണം എന്ന് ബോധിപ്പിക്കുന്നു. ആത്മവിസ്മൃതി, ഞാൻ ഈശ്വരോപാസന ചെയ്യേണ്ട ഒരാളാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം തന്നിമിത്തമുണ്ടാകുന്ന ആത്മവിസ്മൃതി കൊണ്ടുണ്ടാകുന്ന സമ്മോഹം. സമ്മോഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മോഹമല്ല, സമ്മോഹം, ഇല്ലാത്തതെന്നർത്ഥം. സമ്മോഹത്തിൻ്റെയും ലക്ഷണം എന്ന് ബോധിപ്പിക്കുന്നു. 32ാമത്തെ ശ്ലോകം. ഇത്തം പുരഞ്ജനം നാരീയാജമാനമധീരവത് അഭ്യനന്ദതം വീരം ഹസന്തി വീരമോഹിത. ഇപ്രകാരം അധീരനെ പോലെ ധീരനല്ലാത്തവനെ, ധീരൻ ആരാ? ധീരൻ എന്നുള്ളത് ഇതിൻ്റെ മുമ്പ് പലപ്പോഴും വന്നിട്ടുണ്ട്. ഈശ്വരാനുഗ്രഹം കൊണ്ട് ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് ധീരൻ. ധൈര്യമുള്ളവനാണ് ധീരൻ. എന്തിനോടാ ധൈര്യം? എന്തുകൊണ്ടാ ധൈര്യം? ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പ്രാപ്തി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതിനെ മറച്ചു വയ്ക്കപ്പോൾ ചെയ്തത്. അധീരൻ എന്ന പോലെ പ്രാർത്ഥിക്കുന്ന യാജമാനം, ഈ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, ശരിക്കും നമ്മൾ അർത്ഥിക്കുക അല്ലേ? മലയാളത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് 2 വശങ്ങളുണ്ട് എന്ന് പറയുകയുണ്ടായി. അതാണ് ഇവിടെ യാജമാനം, യാചിക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നാണ് ഈ വാക്കിനെ പറ്റിയിട്ട് പറയാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അത് ഏത് പേജിലാണ്? 541 പേജിൽ 541 യാചന. അപ്പോൾ ശരിക്ക് ഭഗവാനോടൊന്നും പ്രാർത്ഥിക്കണ്ട എന്നുള്ളത് ഒരൊറ്റ ദൃഷ്ടാന്തം കൊണ്ട് എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചു. എന്താ? രാമ 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 പാഹിമം. നിർത്തോടോ അവിടെ പറഞ്ഞു എൻ്റെ അടുത്ത്. അയാളെ ഓർമ്മിപ്പിക്കാൻ താൻ ആരാ? എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റോ? ഭഗവാനെ എന്നെ രക്ഷിക്കുമെന്ന് താൻ എങ്ങനെ പറയാം ഭഗവാനോട്? താൻ അതിന് പരിഭാഗമായോ ഇല്ലയോ എന്നുള്ളത് ഭഗവാൻ തീരുമാനിക്കുമ്പോൾ ഭഗവാൻ അത് ചെയ്തോളും. ഭഗവാനെ താൻ പറഞ്ഞിട്ട് വേണ്ട. ഇതാണ് ഉത്തമ ഗുരു. ശിഷ്യൻ ഗുരുവിനെ പറ്റി എന്ത് വിചാരിക്കുന്നുള്ളതല്ല പ്രശ്നം. അവിടെയാണ് മൂത്തവർ വാക്കും മുതുനെല്ലിക്കയും ആദ്യം ചമർക്കും പിന്നെ മതിരിക്കുന്നു പറഞ്ഞത്. ഞാൻ ഓരോ ശ്ലോകങ്ങൾ പറയുമ്പോഴും എൻ്റെ ഗുരുനാഥനെ പറ്റി വാചാലനാവാനുള്ള കാരണം അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള ഹിൻഡുകൾ എത്രമാത്രം മനോജ്ഞമാണെന്ന് ഞാൻ മനസ്സിലാക്കാം. ആ മനസ്സിലാക്കലാണ് എനിക്ക് തീവ്രമായിട്ട് ഇതിൽ ഭക്തി ഉണ്ടാക്കി തന്നത്. ഏതിൽ? ഭാഗവതത്തിൽ. മൂലം ഭാഗവതം വാങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചതാരാ? അദ്ദേഹം അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പം ഇവിടെ പറഞ്ഞു വരുന്ന ഓരോ കാര്യങ്ങളും മണിയടിക്കണ ശബ്ദത്തിൽ നീം, ഈ നീം എന്നുള്ളത് എന്താ? ഓങ്കാരാണ്. ആ ഓങ്കാരം അല്ലാത്ത വാക്കുകളൊന്നും വാക്കുകളല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അധീരൻ എന്ന പോലെ യാചമാനം പ്രാർത്ഥിക്കുക. യാചിക്കേണ്ട ആവശ്യമില്ല. യാചിച്ചിട്ട് ആരെങ്കിലും ഭഗവാന് വല്ലതും തന്നിട്ടുണ്ടോ? ചോദിച്ചതിന് സമാനം പറഞ്ഞു. നമ്മൾ വല്ലതും അറിയാതെ കണ്ട് യാചിച്ചിട്ടുണ്ടെങ്കിൽ കൂടി അതൊന്നും തരാൻ പോണില്ല അദ്ദേഹം. അതല്ല അദ്ദേഹത്തിൻ്റെ ലോക്കറിലുള്ളത് ബുദ്ധിമാന്മാർക്കുള്ളതാണ്, ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ശൂരനായ ആ പുരിഞ്ചനനെ അല്ലയോ വീര മോഹിച്ചിരിക്കുന്ന സ്ത്രീ മന്ദസ്മിതം ചെയ്യുന്നവളായിട്ട് അഭിനന്ദിച്ചു. പക്ഷേ ആ സ്ത്രീയുടെ അഭിനന്ദനമല്ല വേണ്ടത്, ഭഗവാന്റെ അഭിനന്ദനാണ് വേണ്ടത്. പരമാത്മ ചൈതന്യം പറയാണ് വരൂ വത്സ എന്ന് പറഞ്ഞാൽ നമുക്ക് കയറി ചെല്ലാം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവാം. അധീരനെ പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന പുരഞ്ജന രാജാവിനെ കണ്ട് മോഹിച്ചിരിക്കുന്ന ആ സ്ത്രീ
ഹേ വീര. അപ്പോൾ ആദ്യം തന്നെ അധീരനെയാണ് വീരാന്ന് വിളിക്കണതേ. അപ്പോൾ അതും ഒരു ആപ്പാണ്. ആപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ മരം ഈരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആപ്പ് വെച്ച് കൊടുക്കണം. എന്നാലാണ് ഈ മരം ഈരുമ്പോൾ അത് ശരിക്കും ഈരാൻ പറ്റുള്ളൂ. അവരുടെ വലയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് കൗതുകത്തോടു കൂടി നമ്മളെ സൗന്ദര്യമില്ലെങ്കിലും സുന്ദര എന്ന് വിളിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ രീതി. അപ്പം ചതി ആണ് ഈ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുക. അതുകൊണ്ട് മന്ദസ്മിതം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചു. അതായത് ഭഗവാന്റെ മന്ദസ്മിതം തന്നെ മായ എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പോൾ ആധ്യാത്മപക്ഷത്തിൽ ചേതനാസ്വരൂപനായ ജീവന് ബുദ്ധിയോട് ചേർന്നല്ലാതെ ഭോഗസമ്പത്തിയില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ പറഞ്ഞത്? ചേതനാസ്വരൂപനായ ജീവന്, അതെ, ചേതനാസ്വരൂപനായ ജീവന് ബുദ്ധിയോട് ഈ ബുദ്ധി ആരുടെയാ? ഭഗവാന്റെയാണ്. അതാണ് ആ ബുദ്ധിയാകുന്ന തോട്ടി കൊണ്ട് നമ്മളെ പിടിച്ചു നിർത്താൻ സാധിക്കണം. ചേർന്നല്ലാതെ ഭോഗസമ്പത്തിയില്ല. അതുപോലെ തന്നെ ജഡയായ ബുദ്ധിക്ക് ചേതനാസ്വരൂപനായ ജീവനോട് ചേരാതെ ഭോഗങ്ങളെ അനുഭവപ്പെടുത്താനും ശക്തിയില്ല. ഇത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കാണാൻ പാഠം പഠിക്കണേ വേണം. ശരിക്കും ബുദ്ധി ചേതനയോടുകൂടി ചേർന്നാൽ മാത്രമേ എന്തുള്ളൂ? ശ്രേഷ്ഠതയുള്ളൂ. അപ്പോൾ ചേതന ഇല്ലാത്തൊരാൾക്ക് ബുദ്ധി ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് ചിദ്രൂപനായ ജീവൻ. ചിത്ത് രൂപൻ എന്നുള്ളതാണ് ചിത്ത്, മിസ്റ്റ്, ചിത്ത്. അവിടെ ഒന്നുമില്ല, ശൂന്യമാണ്. പക്ഷെ അവിടെ എന്തുണ്ട്? ഭാവനയിൽ ബാലാഗ്ര ശതഭാഗസ വിസ്തരസ ഏകോ ജീവ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സ്പേസിൽ നോക്കൂ, സ്പേസ് ഇല്ല. ഒരു വിളക്ക് കത്തിച്ച് വെച്ച് നമ്മൾ അതിനെ അടച്ചു പിടിച്ചാൽ ആ അടപ്പിലുള്ള ഓക്സിജൻ കഴിഞ്ഞാൽ വിളക്ക് കെടും. പക്ഷെ ഇവിടെ സ്പേസാണ്. ചിതാകാശ ഗുഹ എന്നാ പറഞ്ഞത്, ഗുഫ എന്നാ പറഞ്ഞത്, ഗുഹയല്ല ഗുഫ. അപ്പോൾ അവിടെ കത്താനുള്ള ഇതുണ്ട്, സൗകര്യമുണ്ട്. അതിനല്ലേ നമ്മൾ മാനിക്കേണ്ടത്. ഇരുട്ടിനല്ലല്ലോ നമ്മൾ സ്നേഹിക്കേണ്ടത്, വെളിച്ചത്തിനല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് ജഡയായ ബുദ്ധിക്ക് ചേതനാസ്വരൂപന ജീവനോട് ചേരാതെ ഭോഗങ്ങളില്ല, അനുഭവപ്പെടുത്താനും ശക്തിയില്ല. ചിദ്രൂപനായ ജീവൻ ബുദ്ധിയെയും ജഡരൂപമായ ബുദ്ധി ജീവസാന്നിധ്യം നിമിത്തം ജീവനെയും അംഗീകരിച്ചു, വൈസ് വേഴ്സ. എന്നിട്ട് ഇതിനെ അന്യോന്യധ്യാസം എന്ന് പറയും. അന്യോന്യം അണ്ടർസ്റ്റാൻഡിങ്. നീ എൻ്റെ മുതു ചൊറിയ, ഞാൻ എൻ്റെ മുതു ചൊറിയാം, അത്രയേ ഉള്ളൂ. ഇത് നിമിത്തം ജീവന് ഭോഗങ്ങളെ അനുഭവിക്കുന്നവൻ എന്നും, ഇത് നിമിത്തം ജീവന് ഭോഗങ്ങളെ അനുഭവിക്കുന്നവൻ എന്നും ഭോഗങ്ങൾക്ക് ഉചിതങ്ങളായ ഉപകരണങ്ങളെ സമ്പാദിക്കുന്നവൻ എന്നുമുള്ള രണ്ടു നില കെട്ടി ഇതിനെ ഭോക്തൃത്വം എന്നും കർത്തൃത്വം എന്നും പറയുന്നു. അപ്പോൾ സത്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഭോക്തൃത്വവും വേണ്ട, കർത്തൃത്വവും വേണ്ട. ഇത് രണ്ടും ഉണ്ടായാൽ പുനരഭിജനനം വേണമെന്നുള്ളത് ഉറപ്പായി. ജനനം വന്നാൽ മരണം വേണമെന്ന് ഉറപ്പായി. അപ്പോഴും ഇത് ബാക്കിയാവും. ഏത്? ഈ കർത്തൃത്വവും ഭോക്തൃത്വവും. അപ്പോൾ കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ലാതെ കണ്ടായാൽ മാത്രമേ നമ്മൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭഗവാനെ ലയിക്കാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ അനുശാസനത്തോടുകൂടി പഠിച്ചാലല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ എന്തിനാണ് പഠിച്ചത്? കാശുണ്ടാക്കാനല്ല എന്നുള്ളത് ഉറപ്പല്ലേ. കാശുണ്ടാക്കാനാണെങ്കിൽ ഇതെങ്ങനെ പഠിച്ചു എന്ന് ഞാൻ പറയാൻ പാടില്ല. ഒരു മുഖം മൂടി ഇടണം. തൂശനില കൊണ്ടുവരൂ, വിളക്ക് കൊണ്ടുവരൂ, പുഷ്പം കൊണ്ടുവരൂ, ഇരിക്കൂ, 101 രൂപ ചീട്ടാക്കൂ, 50 രൂപ എനിക്ക്, 50 രൂപ കമ്മിറ്റിക്ക്. എന്നിട്ട് കമ്മിറ്റിക്കാരെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കും. പൂജ കഴിഞ്ഞാൽ ആചാര്യന് ഒരു 101 രൂപ കൊടുക്കണം കേട്ടോ എന്ന്. ഇതൊന്നും വേണ്ട, അവനവൻ്റെ വീട്ടിലിരുന്ന് ആനന്ദിക്കാം. അതാ പറഞ്ഞത്. ഈ ആനന്ദത്തിന് 1 കോടി രൂപ കിട്ടിയാൽ പറ്റുമോ? ഒരു ആൾ പറയാണ് 1 കോടി രൂപ തരാം. ഇത് കിട്ടില്ല. ഇത് ഭഗവാനാൽ തിരഞ്ഞെടുക്കണം.
നമ്മൾ അത്രയും ഭഗവാനെ എന്താണ് ഭാഗവതത്തിൽ നമ്മൾ ഊഴ്ന്നിറങ്ങണം, എന്നാലല്ലേ ഇത് കിട്ടുള്ളൂ. ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് വേണ്ടേ. അതായത് ഞാൻ പറഞ്ഞില്ലേ 2020 എന്ന് പറഞ്ഞാൽ 21, 22, 23, 24, 25 5.5 കൊല്ലം ഈ പരിപാടി തുടങ്ങിയിട്ട് 1996 അല്ല അത്ര ആയിട്ടുള്ളൂ, 76 സംതിങ് ലൈക്ക് ദാറ്റ് മതി. എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോഴും ഭഗവാൻ ശരി നീ ഒരു കാര്യം ചെയ്യേ, എന്താ പറയുക, ഭാഗവതം പറയുക, മൂലം പറയുക. എന്തുകൊണ്ട് ഭഗവാൻ ഒരു 5 കൊല്ലം മുമ്പ് പറഞ്ഞില്ല എൻ്റെ അടുത്ത്? എന്നെ ഈ യാഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ യാഗഭൂമി ഉഴുതു മറിക്കണ്ടേ? അതാണ് ഈ നാരായണ ജപ മാഹാത്മ്യത്തു കൂടിയും ദേവീ ഭാഗവത്തു കൂടിയും ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. എന്നിട്ട് കുറേ പരിഭാഗമായി എന്ന് പറഞ്ഞു പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്രയും സംതൃപ്തി ഉണ്ട്. ഐ ആം ദി എന്താണെന്നാ പറയുക, കണ്ടന്റഡ് ഫെലോ. എല്ലാം ഉണ്ട് എനിക്ക്, എല്ലാം ഭഗവാൻ തന്നു. ഇനി അടുത്ത ശ്ലോകം 33 ശ്രദ്ധിക്കുക. ന വിദാമവയം സമ്യക് കർത്താരം പുരുഷർഷഭ ആത്മനശ്ച പരസ്യാപി ഗോത്രം നാമ തത്കൃതം. പുരുഷർഷഭ എന്ന് പറഞ്ഞാൽ പുരുഷശ്രേഷ്ഠ. പുരുഷശ്രേഷ്ഠ എൻ്റെയും പരനായ അങ്ങയുടെയും കർത്താവിനെയും അവരാൽ ഉണ്ടാക്കപ്പെട്ട വംശത്തെയും നാമത്തെയും ശരിയായിട്ട് ഞങ്ങൾ അറിയുന്നില്ല. ശരിയല്ലേ? ഈ ജീവനെ ആർക്കെങ്ങനെ അറിയാം? ജീവന് ഭഗവാനെ എങ്ങനെ അറിയാം? ഭഗവാന്റെ കൃപ ഇല്ലെങ്കിൽ ഭഗവാനെ അറിയാൻ പറ്റില്ല. ഭഗവാന്റെ കൃപ ഇല്ലാതെ കണ്ടാണ് ആൾക്കാർ ഏറുകൊണ്ട പന്നീനെ പോലെ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഓടണത്. ഞാനൊരു സതിയും ഓടില്ല. പറയാനൊരായിട്ട് പ്രഭാഷണം ഞാൻ ഗുരുവായൂർ ചെയ്തു. പക്ഷെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആരെയും തിരക്കിയിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. അത്രത്തോളം ഭഗവാൻ സ്ഥിതപ്രജ്ഞ തന്നു എനിക്ക്. ഇപ്പോൾ എന്നോട് ചിലവർ ചോദിക്കുന്നുണ്ട്, ഗുരുവായൂർക്ക് വരൂ. എന്തിനാ? ആരെ കാണാൻ? അല്ല, നമ്മളെ കാണാൻ. എനിക്ക് നിങ്ങളെ കാണണ്ട. ഫേസ്ബുക്ക് ഫ്രണ്ട്സൊക്കെ പറയും. വേണ്ട, എനിക്ക് അങ്ങനെ ഒരു സംവാദം വേണ്ട, എനിക്ക് അങ്ങനെ ഒരു സംയോഗം വേണ്ട, അങ്ങനൊരു എന്താണെന്ന് പറയുക, ആഗ്രഹമില്ല എനിക്ക്. ഭഗവാനെ ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ഈ പരിമിതമായ ഫോണിൽ കൂടെ ഇത്രയൊക്കെ ആനന്ദം എനിക്ക് അനുഭവിക്കാൻ ഭഗവാൻ സന്ദർഭം തരുമ്പോൾ ഞാനെന്തിനാ ഈ കറക്കണ ആടിനെ കൊടുത്ത് കടിക്കണ നായേനെ വാങ്ങണത്? അപ്പോൾ പറയണു, പുരഞ്ജന രാജാവിനെ അംഗീകരിച്ച ആ നാരി അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നു. ഹേ പുരുഷശ്രേഷ്ഠ. ഒരു സ്ത്രീ വിളിച്ചാൽ നമ്മളിപ്പോൾ ശ്രേഷ്ഠനാവുമോ? അമ്മയ്ക്ക് ഉതകാത്ത കാര്യം ഭാര്യ പറഞ്ഞ് ചെയ്താൽ നമ്മൾ ശ്രേഷ്ഠനാവുമോ? ആലോചിച്ച് സമാധാനം പറയണം. അവിടെയാണ്. അപ്പോൾ അച്ഛനമ്മമാരെ ബഹുമാനിക്കുവാൻ ആദ്യം പഠിക്കുക. എന്നിട്ട് ഭർത്താവിനെയും ഭർത്താവ് ഭാര്യേനെയും ശ്രേഷ്ഠി ഇതൊക്കെ വിളിക്കാം. അപ്പം എൻ്റെ പിതാവ് ആരെന്നാകട്ടെ, തനിക്കെന്താ വേണ്ടത്? ഞാൻ തൻ്റെ ഒപ്പം ഇല്ല. എൻ്റെ പിതാവ് ആരായ തനിക്കെന്താണെന്നാണ് ചോദിക്കണത്? അങ്ങനത്തെ ഒരാൾ പ്രൗഢയാവുമോ? അപ്രൗഢ എൻ്റെ അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ പറയണു, അദ്ദേഹം നിമിത്തം എനിക്കുള്ള ഗോത്രം ഏതൊന്നാകട്ടെ, എൻ്റെ പേർ എന്തെന്നാകട്ടെ, ഞങ്ങൾ നന്നായി അറിയുന്നില്ല. അങ്ങയുടെയും ഈ സംഗതികളെ ഞങ്ങൾ അറിയുന്നില്ല. എൻ്റെ സംഗതി എനിക്കറിയില്ല, നിങ്ങളുടെ സംഗതി എനിക്കറിയില്ല. അപ്പോൾ സംഗതി അവിടെയും അറിയില്ല, ഇവിടെയും അറിയില്ല. ബലെ ബഷ് അല്ലേ? അവിടെ അല്ല ഇപ്പോൾ വന്ന് നിൽക്കണത്. ഇനി ഇത്രയും പറഞ്ഞതിൻ്റെ അധ്യാത്മപക്ഷം എന്താണ്? അതാണ് നമുക്ക് കേൾക്കേണ്ടത്. അവിദ്യയുടെ പരിണാമം. അവിദ്യയെ പരിണാമിച്ച വിദ്യാവില്ല. വിദ്യ പരിണമിച്ചാൽ വിദ്യന്യേ ഉള്ളൂ. അവിടെയാണ് വ്യത്യാസം. അവിദ്യയുടെ പരിണാമം ബുദ്ധിസ്വരൂപമാകയാൽ സർവകാരണമായ പരമാത്മാവിൻ്റെ സാക്ഷാത്കാരം എപ്പോൾ ഉണ്ടാകുന്നുവോ അപ്പോൾ ബുദ്ധി പരമാത്മാവിൽ ലയിച്ചു കഴിഞ്ഞു. പിന്നെ നമുക്ക് ബുദ്ധിയില്ല.
ഇപ്പം എന്നോട് എത്ര ആൾക്കാർ വരുന്നുണ്ട്, താൻ എവിടെ നിന്നതൊക്കെ വാങ്ങി പിന്നെ വാരി വലിച്ച് എഴുതണത്. ഞാനും ഒരാൾ എന്നോട് പറയുണ്ടായി, ഞാനും ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, ഫേസ്ബുക്കിൽ ഞാൻ എന്തൊക്കെ എഴുതിയപ്പോൾ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തൻ്റെ അത്ര ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവായി. അല്ലാതെ ഞാൻ എന്താ പറയുക, അവരോട് യുദ്ധം ചെയ്തിട്ട് എനിക്കെന്താ കിട്ടണത്? അപ്പോൾ ഇവിടെ പറഞ്ഞു, അപ്പോൾ ബുദ്ധി പരമാത്മാവ് ലയിച്ചു കഴിഞ്ഞു. പരമാത്മജ്ഞാനം ഉദിച്ചാൽ അപ്പോൾ അവിദ്യ നശിച്ചു എന്ന് സാരം. പരമാത്മാവിനെ പറ്റിയിട്ടുള്ള ജ്ഞാനം ഉറച്ചാൽ അവിദ്യ പോയി എന്നർത്ഥം. സൂര്യൻ്റെ കിരണങ്ങളുടെ വ്യാപ്തി നിമിത്തം നശിച്ചിരിക്കുന്ന ഇരുട്ടിനും സൂര്യനും തമ്മിൽ സന്ദർശനം ഒരു കാലത്തും ഇല്ലാത്തതുപോലെ ഇരുട്ടും സൂര്യനും മുഖാമുഖം വരില്ല. കാരണം സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇരുട്ട് ഓടി ഒളിച്ചു കഴിഞ്ഞു. അപ്പോൾ പരാവിദ്യ വന്നു കഴിഞ്ഞാൽ അവിദ്യ ഇല്ല അവിടെ. അതുകൊണ്ട് അതുപോലെ പരമാത്മാവിനും അവിദ്യയ്ക്കും ഒരു കാലത്തും അന്യോന്യം സംബന്ധമില്ല. ശരിയായ ജ്ഞാനം എന്നത് പരമാത്മ സാക്ഷാത്കാരം തന്നെ. MBBS MDയും സയൻറ്റിസ്റ്റൊന്നും ഈ ജ്ഞാനത്തിൽ വരുന്നില്ല. കാരണം ഈ ഭൂമിയെ സൂകരമൂർത്തി സ്ഥാപിച്ചത് എങ്ങനെയാണ്? ഉത്തരായണം ദക്ഷിണായനം ഉണ്ടാവണം. പിന്നെ ഏത് കാലത്തും ഭൂമിയിലുള്ളവർക്ക് നല്ല വെള്ളം കുടിക്കാൻ എന്ത് വേണം? അതിൻ്റെ ഒരു തട്ടത്തിലെ ഹിമപാളികൾ എത്രയോ കാലത്തിനുള്ള വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാണ്. ഹിമപാളികളാണല്ലോ ശുദ്ധവെള്ളം തരുന്നത്. അത് ഉരുകി വെള്ളമാകുമ്പോഴാണല്ലോ ഈ സാൾട്ട് വാട്ടർ ആവുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എനിക്കറിയില്ല. അപ്പോൾ സൂര്യൻ ഉദിക്കാത്ത സ്ഥലമുണ്ട്, അവിടെ പിന്നെ എന്താ എവറസ്റ്റ് കൊടുമുടിയെ പോലെ പിന്നെ മഞ്ഞ് കട്ടയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അയഥാർത്ഥ ജ്ഞാനമാകട്ടെ യഥാർത്ഥമല്ലാത്ത ജ്ഞാനമാകട്ടെ പറയത്തക്കതല്ലല്ലോ. അതുകൊണ്ട് കിട്ടുന്ന സാരം എന്തെന്നാൽ ജീവസാന്നിധ്യത്തിൽ ഉള്ളതുപോലെ വിളങ്ങുന്ന ബുദ്ധിവൃദ്ധി ആത്മസാക്ഷാത്കാര പര്യന്തം ഛായാരൂപേണ ശോഭിക്കുന്നു. ഒരു നടലെ അതുവരെ ജീവന് അവിദ്യാസംബന്ധം നിമിത്തം ശരീരബന്ധമുള്ളതുപോലെയും, ഈ ശരീരബന്ധം ഏതുവരെ ഉള്ളൂ? അവിദ്യയിൽ ഇരിക്കുമ്പോഴേ ഉള്ളൂ. വിദ്യയിലേക്ക് പോയാൽ ശരീരബന്ധമില്ല, ആത്മബന്ധമേ ഉള്ളൂ. ഈ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ശരീരബന്ധത്തിലാണ് തുടക്കം എങ്കിലും അത് എവിടെ പോയിട്ട് അവസാനിക്കുന്നത്? ആത്മബന്ധം. ഒരു 10-50 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആത്മബന്ധം അത് മനസ്സിലാക്കണില്ല. അതുകൊണ്ടാണ് അച്ഛനമ്മമാരേനെ വൃദ്ധാശ്രമത്തിൽ കുട്ടികളെ അയക്കാൻ കാരണം എന്താ? പ്രായമായി ഇവർക്ക് നമ്മൾ നോക്കേണ്ടവരല്ല, ഇവർ തെറ്റിദ്ധരിക്കുകയാണ്. അച്ഛനമ്മമാർ കൺകണ്ട ദൈവമാണെന്നുള്ളത് ബോധം ആർക്ക് മാത്രമേ ഉള്ളൂ? ആത്മാവിനെ പരിഭാഷയോടുകൂടി ദേവനാണെന്ന് ഈശ്വരനാണെന്നുള്ള ബോധമുള്ളവർക്കേ ഉള്ളൂ, അല്ലാത്തവർക്കില്ല. അപ്പോൾ അവിദ്യാസംബന്ധം നിമിത്തം ശരീരബന്ധമുള്ളതുപോലെയും കാണപ്പെടുന്നു. അപരോക്ഷാനുഭവം ലഭിക്കുമ്പോൾ നിദ്രയിൽ നിന്ന് ഉണർന്നവൻ ഏകൻ മാത്രമല്ലാതെ സ്വപ്നപദാർത്ഥങ്ങളൊന്നും പരമാർത്ഥകങ്ങളല്ലെന്ന് കാണുന്നത് പോലെ. സ്വപ്നത്തിൽ ആന, പുലി, ആനക്കാരൻ, സർക്കസ്, റിംഗ് മാസ്റ്റർ എന്നൊക്കെ നമ്മൾ കാണും. ഉണർന്നാലോ ഇവരൊന്നും കാണില്ല, ഉണർന്നവൻ മാത്രം, ഇത് കണ്ടവൻ മാത്രം, സ്വപ്നം കണ്ടവൻ മാത്രം ഉണർന്നു. അപ്പോൾ അവന് മനസ്സിലായി കണ്ടതൊന്നുമില്ല എന്നുള്ളത്. അതേപോലെ തന്നെ അല്ലേ ഉള്ളൂ. ലോട്ടറി ടിക്കറ്റ് എടുത്ത് വാങ്ങി വെച്ചവൻ ആ ടിക്കറ്റ് ലോട്ടറി അടിച്ചിട്ടില്ലാതെ അറിയണ വരെ ഈ കിട്ടുന്ന കാശ് കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് മനക്കോട്ട കിട്ടണില്ലേ? അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിൻ്റെ ഒരു 5 വർഷം മുമ്പ് തന്നെ റിട്ടയർമെൻറ്റ് എമൗണ്ട് അത്ര കിട്ടും. അതുകൊണ്ട് എങ്ങനെയൊക്കെ വീട് വയ്ക്കാം, എങ്ങനെയൊക്കെ കുട്ടികളുടെ കല്യാണം കഴിച്ച് കൊടുക്കാം എന്നൊക്കെ ദിവാസ്വപ്നങ്ങൾ വാങ്ങുന്ന ആൾ ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്കായി പോയാൽ ഈ സ്വപ്നം കണ്ട ആളും കൂടി ഇല്ല പിന്നെ, അല്ലേ? ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ റീങ്സ്, ഇതിൻ്റെയൊക്കെ പിന്നെ എന്താണെന്നാ പറയുക, കടിഞ്ഞാൻ ആരുടെ കയ്യിലാണ്? ഭഗവാന്റെ കയ്യിലാണ്.
ആ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി നമ്മളൊന്ന് ജീവിച്ചു നോക്കൂ. കാര്യം ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ എന്തും ഏതും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു, പരമാത്മാവ് മാത്രമല്ലാതെ ശരീരം മുതൽ ബുദ്ധി പര്യന്തമുള്ള യാതൊന്നും വാസ്തവമല്ലെന്ന് അറിയുന്നുവെന്ന് സൂചിപ്പിച്ചു. എല്ലാം എന്താ, ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ബുദ്ധി പര്യന്തം പരമാത്മാവ് മാത്രമല്ലാതെ ശരീരം മുതൽ ബുദ്ധി പര്യന്തമുള്ള യാതൊന്നും വാസ്തവമല്ല. നായ കുരയ്ക്കുന്ന നായ കടിക്കില്ല എന്ന് പറയും. പക്ഷേ പേപ്പട്ടി കടിച്ചിട്ട് എത്ര ആൾ മരിക്കുന്നുണ്ട്? എന്താ, നമുക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. നമ്മളല്ല റീംസ് വലിക്കണത്. ആരാ വലിക്കണത്? ഈശ്വരൻ. ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പുരഞ്ജനോപാഖ്യാണ് ഇപ്പോൾ പറഞ്ഞത്. പുരഞ്ജനോപാഖ്യാനാണ് പറഞ്ഞത്. എന്തായാലും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം നമ്മൾ ഭഗവാനോട് യാചിക്കാതെ കണ്ടിരിക്കാനും ലോകത്തിലുള്ള എല്ലാവർക്കും സൗഖ്യത്തെ കൊടുക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. അതിനാണ് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള വിവക്ഷ എന്ന് സ്വയം ബോധ്യപ്പെട്ടിട്ട് ആ പ്രാർത്ഥനയിൽ കൂടെ ഈശ്വരനെ സ്വാധീനമാക്കാൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.